നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആകെ കുഴഞ്ഞല്ലോ മോളെ. അവൾ ഇപ്പൊ ഇങ്ങ് വരും. നിന്നെ ഇവിടെ കണ്ടാ വേണ്ടി വന്ന ഇപ്പൊ അവന്റെ കൂടെ പറഞ്ഞു വിടുകയും ചെയ്യും. എന്റെ ദേവി, എന്താ ഒരു രക്ഷ. വിദ്യാമേ, ഇന്ന് എന്തായാലും നല്ലൊരു ദിവസമാണെന്ന് തോന്നുന്നു. എന്താ ഇന്നത്തെ പ്രത്യേകത? ഇന്ന് മാത്രല്ല, സത്യം പറയാലോ, വിദ്യാമ്മ ഇവിടെ വരാൻ തുടങ്ങിയ പിന്നെ ഞങ്ങളുടെയൊക്കെ സമയം ഒന്ന് കലങ്ങി തെളിഞ്ഞു എന്നാ തോന്നുന്നേ. വിദ്യാമ്മ വന്നേല് പിന്നെ സുരേന്ദ്രേട്ടന്റെ അസുഖത്തിലും കാര്യമായിട്ട് മാറ്റമുണ്ട് അല്ലേ? ദിവസം ചെല്ലും തോറും ആള് ഉഷാറായിട്ട് വരിക. അതുപോലെ തന്നെ ഇപ്പൊ മറ്റൊരു നല്ലൊരു കാര്യം നടക്കാൻ പോവാ. നീ കാര്യം എന്താണെന്ന് പറയും തുമതി. അറിഞ്ഞാലല്ലേ അത് നല്ലതാണോ ചീത്തയാണോന്ന് പറയാൻ പറ്റൂ. അത് പിന്നെ അമ്മേ, അയാള് വന്ന എന്തിനാന്നറിയോ? നമ്മുടെ ദേവൂട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്നറിയേ. നമ്മുടെ ദേവൂട്ടിയോ? അവള് നിന്റെ ആരുമല്ലെന്നാണല്ലോ നീ ഇതുവരെ പറഞ്ഞിരുന്നേ. പെട്ടെന്ന് എന്താ അവളോട് ഇത്ര സ്നേഹം തോന്നാൻ? അത് പിന്നമ്മേ, എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളില് എനിക്ക് അവളോട് സ്നേഹം ഇല്ലാണ്ടിരിക്കോ? അവള് ഈ വീട്ടിലെ കുട്ടിയല്ലേ. എന്നെ എന്റെ കുട്ടികളെക്കാളും ഇങ്ങേര് സ്നേഹിച്ചതും സംരക്ഷിച്ചതൊക്കെ അവളെയല്ലേ. എന്തുമാത്രം കാശാ അവക്ക് വേണ്ടി സുരേന്ദ്രേട്ടൻ ചെലവാക്കിയിട്ടുള്ളേ. ആരുമില്ലാത്ത വികലാംഗിയായ ഒരു പെണ്ണിനെ എടുത്തു വളർത്തി ഇത്രയും വലുതാക്കണമെങ്കില് ചില്ലറ കാശൊന്നുമല്ലല്ലോ വേണ്ടത്. ആ കാശിന് 4 പശുക്കളെ വളർത്തിയിരുന്നെങ്കില് അതിന്റെ ആദായെങ്കിലും കിട്ടിയേനെ. അല്ല, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഗഗനെ പോലെ ഒരാള് അവളെ ഇഷ്ടാണെന്ന് പറഞ്ഞു വന്നല്ലോ. അത് തന്നെ നമ്മുടെ ഭാഗ്യം. അല്ല, ദേവുട്ടിയുടെ ഭാഗ്യേ. അല്ല, ഈ കല്യാണം നടത്തണമെന്ന് നിനക്കെന്താ ഇത്ര വാശി? അമ്മേ, ഈ കല്യാണം നടന്ന 2 ഗുണം. ഒന്ന്, നമ്മുടെ ദേവികുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടും. പിന്നെ ഗഗന് കൊടുക്കാനുള്ള കടത്തുനിന്ന് നമുക്ക് തലയൂരാം. ഓ, അപ്പൊ അതാണ് കാര്യം. ദേവൂട്ടിക്ക് ഒരു ജീവിതം കിട്ടുന്നതിനേക്കാൾ നിന്നെ മോഹിപ്പിക്കുന്നത് അയാൾക്ക് കൊടുക്കാനുള്ള കാശ് ഇന്ന് തടിയൂരാന്ന. എന്താ സംശയം? അതൊരു വലിയ കാര്യം തന്നെയാ. അല്ലാതിപ്പോ ഈ കടം തീർക്കാൻ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? ദേ, ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലേ ഇങ്ങേരും കൊണ്ട് പേര് വഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും നമ്മള്. അത് ഓർമ്മ വേണം. അതൊന്നും ശരിയാവില്ല എന്തുമതി. കൊടുക്കാനുള്ള കാശിന്റെ പേരില് ദേവൂട്ടിയുടെ ജീവിതം തകർക്കുന്ന കാര്യം ഒന്നും ചെയ്യാൻ പാടില്ല. ദേവൂട്ടിക്ക് അവനെ പോലെ ഒരു ആഭാസനല്ല ഭർത്താവായി വരേണ്ടത്. അമ്മ എന്ത് മണ്ടത്തര ഈ പറയുന്നേ? ഞാൻ നോക്കിയിട്ട് അയാൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവളെ പോലെ ഒരു പെണ്ണിനെ കെട്ടാൻ രാജകുമാരൻ വരും എന്നാണ് അമ്മ പറയുന്നേ. വലിയ രാജകുമാരനൊന്നും വന്നില്ലെങ്കിലും അവളെ സ്നേഹിക്കുന്ന യോഗ്യനായ ഒരാളെ ദേവി അവൾക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ടാവും. ആ, അമ്മ അതും പറഞ്ഞിരുന്നോ? ദേ, ഞാനൊരു കാര്യം പറയാം. അവളെ വളർത്തി വലുതാക്കിയത് എന്റെ ഭർത്താവാ. ഈ കല്യാണം നടത്താൻ എനിക്ക് ഇങ്ങയുടെ സമ്മതം മാത്രം മതി. എന്താ വിദ്യാമേ, ഞാൻ പറഞ്ഞതിൽ കാര്യമില്ലേ? എല്ലാവർക്കും ഈ കല്യാണം കൊണ്ട് ഗുണം ഉണ്ടാവുമെങ്കിൽ അത് നടത്തുന്നതിൽ എന്താ തെറ്റ്? തെറ്റൊന്നുമില്ല. എന്നാലും മുത്തശ്ശി പറഞ്ഞ പോലെ ദേവൂട്ടിയെ കല്യാണം കഴിക്കുന്ന ആൾ അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിയുന്ന ആളാണോന്ന് നമുക്കൊന്ന് ഉറപ്പുവരുത്തണം. അതിലിപ്പോ എന്താ സംശയം? ഇട്ട് മൂടാനുള്ള കാശുണ്ട് അയാളുടെ കയ്യില്. കാശ് മാത്രം പോരല്ലോ. ദേവൂട്ടിയെ പോലുള്ള ഒരു കുട്ടിയുടെ ഭർത്താവായി വരുന്നയാൾക്ക് നല്ല സ്വഭാവശുദ്ധിയും ക്ഷമാശീലവും ഈശ്വരവിശ്വാസവും ഒക്കെ വേണം. അതൊക്കെ ഈ പറഞ്ഞ ഗഗനുണ്ട് വിദ്യാമേ. എന്തായാലും ഞാൻ അയാളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ.
എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. എന്താ അതുപോരെ? ആ, വിദ്യാമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആവാം. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. വിദ്യാമ്മ വാ, അയാള് പോയിട്ടില്ല, വാ. നീ ഭയപ്പെടേണ്ട ദേവൂട്ടി. നിനക്ക് വിഷമമാകുന്ന ഒരു തീരുമാനവും ഞാൻ എടുക്കില്ലെന്ന് നിനക്കറിയില്ലേ? ഇല്ല, ഞാൻ മറന്നിട്ടില്ല. ഞാൻ എത്തിക്കോളാം. ഇല്ലില്ല, ലേറ്റ് ആവില്ല. ഏട്ടാ ഞാൻ വിളിക്കാം. എന്തായി, എല്ലാവരോടും സംസാരിച്ചോ? സംസാരിച്ചു, എല്ലാം ഏകദേശം ധാരണയായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ക്ഷേത്രത്തെ ചുറ്റിത്തിരിയുന്ന ആ സ്ത്രീയില്ലേ, അവരിവിടെയുണ്ട്. അവർക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന്. ഇപ്പോ ദേവൂട്ടിയുടെ രക്ഷകർത്താവ് അവരാണല്ലോ. അയ്യോ, വലിയ കാര്യമൊന്നുമില്ല. അവര് ചോദിക്കുന്നതിനൊക്കെ വിനയത്തോടും സ്നേഹത്തോടൊക്കെ മറുപടി പറഞ്ഞാ മതി. ഇതാ വിദ്യാമ്മ ഞാൻ പറഞ്ഞ ആള്, ഗഗൻ. അയ്യോ, എന്നും ചെയ്യല്ലേ, എന്നും ചെയ്യല്ലേ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. അയ്യോ അയ്യോ, വേണ്ട. എന്താ? എന്നെ കൊല്ലല്ലേ. അയ്യോ അയ്യോ, എന്നും ചെയ്യല്ലേ, എന്നും ചെയ്യല്ലേ. അയ്യോ, എന്നെ കൊല്ലല്ലേ. അയ്യോ ഗഗനെ, അയ്യോ അയ്യോ, വേണ്ട, എന്നെ കൊല്ലല്ലേ. അയ്യോ ഗഗൻ, അയ്യോ, എന്താ ഇവിടെ സംഭവിച്ചേ? സംഭവിച്ചതെന്താണെന്ന് നിങ്ങളും കണ്ടതല്ലേ. അയാൾക്ക് എന്തോ ചിത്തഭ്രമം ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനൊരാൾ ദേവൂട്ടിയെ കല്യാണം കഴിച്ചാ അതെങ്ങനെ ശരിയാവും? ആദ്യം അയാൾ ഏതെങ്കിലും ഒരു നല്ല വൈദ്യനെ കണ്ട് അസുഖമൊക്കെ ഭേദമാക്കിയിട്ട് വരട്ടെ, എന്നിട്ട് ആലോചിക്കാം നമുക്ക് ഈ ബന്ധത്തിന്റെ കാര്യം. എന്നാ ഞാൻ ഇറങ്ങട്ടെ, നാളെ വരാം. അമ്മേ മൂകാംബികെ, ഇതൊക്കെ അവിടുത്തെ മായയാണെന്ന് മനസ്സിലായി. എന്റെ കുഞ്ഞിനെ കാത്തോളണേ. ഇപ്പൊ എല്ലാവർക്കും സമാധാനായല്ലോ. എന്നാലും അയാൾക്ക് ഇതെന്താ പറ്റിയേ? ചിത്തഭ്രമം വരാൻ കൊണ്ടൊരു നേരം ഒക്കെ എന്റെ തലവിധി.